പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന് 1000-ലധികം പേരുകളുണ്ട്. അതിൽ 99 പേരുകളാണ് നമുക്കറിയാവുന്നത്, അല്ലെ? യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു. അങ്ങനെ അള്ളാഹുവിന്റെ 99 പേര് അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. എന്നാൽ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത, എന്നാൽ അള്ളാഹുവിന്റെ പേരുകളായ ഒരുപാട് ഇസ്മുകൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. ഒരു മനുഷ്യൻ മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ഈ ഇസ്മ പറയുകയാണെങ്കിൽ 4 മലക്കുകളെ അള്ളാഹു തആല അവനിക്ക് വേണ്ടി സൃഷ്ടിക്കുമെന്നാണ്. ആ 4 മലക്കുകൾ ഇവനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് കേൾക്കണ്ടേ? അള്ളാഹുവിന്റെ ഇസ്മ. എന്നാൽ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഉന്നതമായ ഇസ്മാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അവസാനം വരെ കേൾക്കണേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീൻ അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ ജഗനിയന്താവായ ജഗദീശ്വരനായ റബ്ബ് തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സുകൾ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, സങ്കടങ്ങളും, ദുരിതങ്ങളും, രോഗങ്ങളും അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എത്രയോ ദുആ ചെയ്തു. ആ ദുആയിലേക്ക് നമ്മൾ എന്തു പറയുന്നു? ആമീൻ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ജീവിതത്തിലെ 5 സന്ദർഭങ്ങളിൽ നമ്മൾ ആമീൻ എന്ന് പറയണമെന്നാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, നമ്മൾ ദുആഇനെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ദുആകൾക്ക് ശേഷം ഒരു ഉസ്താദ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ആ ദുആക്ക് ഉത്തരമായി ആമീൻ എന്ന് പറയണം. അതുപോലെ തന്നെ മറ്റൊരു സമയമാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? ആമീൻ എന്ന് പറയാറുണ്ട്, അല്ലേ? അതിപ്പോൾ നിസ്കാരത്തിൽ മാത്രമല്ല, അതല്ലാത്ത സമയത്ത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാലും ആമീൻ എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ്. മൂന്നാമത്തെ സമയം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ആമന റസൂലു എന്ന് പറയും, അല്ലെ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി വഖാലൂ സമീഅനാ വ അത്അനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസ്വീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതാണ് സൂറത്തുൽ ബഖറ അവസാനിക്കുന്ന ആയത്തുകൾ. ഈ സൂറത്തുൽ ബഖറ നമ്മൾ ഓതിക്കഴിഞ്ഞാലും എന്തു പറയണം? ആമീൻ എന്ന് പറയണം. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ മൊത്തം ഓതട്ടെ. ഇനി അതല്ല, ആമന റസൂൽ എന്ന് പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തുകളുണ്ട്, ഈ ആമന റസൂൽ, അത് ഓതിയാലും എന്തു പറയണം? ആമീൻ എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ്. കാരണം ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ, ആമന റസൂൽ എന്ന് പറയപ്പെടുന്ന ആയത്തുകൾ, അത് മൊത്തം ദുആയാണ്, അല്ലെ? വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുവേ പുറത്തു തരണം, നീ മാപ്പ് ചെയ്യണം, നീ കരുണ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ആ ദുആയാണ്. അതിനുശേഷം എന്ത് പറയണം? ആമീൻ എന്ന് പറയൽ നല്ലതാണ്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് നല്ല കാര്യം ചെയ്തതിന് ശേഷവും എന്ത് പറയണം? ആമീൻ എന്ന് പറയണം. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞു, എന്ത് പറയാം? ചുമ്മാ എല്ലാവരും ആമീൻ എന്നല്ല, ചുമ്മാ ആമീൻ, അത് സ്വീകരിക്കണേ എന്നാണ്. ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു 10 രൂപ കൊടുത്തു, അല്ലെ? ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു, എന്ത് പറയണം? ആമീൻ എന്ന് നമ്മൾ സ്വന്തമായിട്ട് പറയണം, ആമീൻ എന്ന് പറയണം. അതായത് നല്ല കാര്യങ്ങൾ സ്വീകരിക്കണേ എന്നും ഇതിന്റെ അർത്ഥമുണ്ട്, ആമീനിന് അർത്ഥമുണ്ട്. അഞ്ചാമത്തേത്, മഴ പെയ്യുമ്പോൾ ആമീൻ എന്ന് പറയണമെന്നാണ്. കാരണം എന്താണ്? ആമീൻ എന്ന ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കരുണ ചൊരിയണേ എന്ന്. അതായത് അല്ലാഹുവിന്റെ റഹ്മത്താണ് മഴ. ആ റഹ്മത്താകുന്ന മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ആമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, അല്ലാഹുവേ നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം അത് ഈ ദുന്യാവിൽ മാത്രമല്ല, എന്നിലേക്കും എൻ്റെ ശരീരത്തിലേക്കും നാളെ ആഖിറത്തിലും എനിക്ക് തരണേ എന്നർത്ഥം വരും.
ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തിബിയാൻ എന്ന് പറയുന്ന കിതാബിൽ ആമീൻ എന്നതിന് കൊടുക്കുന്ന 10 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത് അർത്ഥം അല്ലാഹുമ്മസ്തജിബ്, അല്ലാഹുവേ നീ ഉത്തരം തരണേ അല്ലാ എന്നാണ് ആമീനിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കദാലിക്, കാര്യം അങ്ങനെയാവട്ടെ, അങ്ങനെയും ആമീനിന് അർത്ഥമുണ്ട്. മൂന്നാമത്തേത് യുഫ്അൽ, അല്ലാഹു നീ ഇങ്ങനെ തന്നെ ചെയ്യണേ എന്നും അർത്ഥമുണ്ട്. നാലാമത്തെ അർത്ഥം ലാ യഖ്ദിറു അലാ ഹാദാ സിവാക്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലാഹുവേ നിനക്കല്ലാതെ സാധിക്കില്ല, ഇതും ആമീനിന്റെ ഒരു അർത്ഥമാണ്. മറ്റൊരർത്ഥം ലാ തുഖയ്യിബ് റജാഅനാ, അല്ലാഹുവേ ഞങ്ങളെ നീ നിരാശയോടെ മടക്കല്ലേ അല്ലാ. അപ്പൊ യാത്ര പോകുന്ന ഒരു സമയം, നമ്മളൊരു കാര്യത്തിന് വേണ്ടി യാത്ര പോകുന്നു, അപ്പൊ പറയണം ആമീൻ. എന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ നിരാശയോടെ മടക്കല്ലേ അല്ലാ, ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ്, ഒരു കച്ചവടത്തിനായി പോവുകയാണ്, നീ വെറും കൈയോടെ മടക്കല്ലേ എന്നർത്ഥം വരും. പിന്നെയോ മറ്റൊരർത്ഥമാണ് അല്ലാഹുമ്മ ആമന്നാ ബിഖൈർ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ, ഇതും ആമീൻ എന്ന വാക്കിന്റെ അർത്ഥമാണ്. മറ്റൊരർത്ഥം ഹിയ ദറജത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു പദവി തരണേ അല്ലാ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. പിന്നെയോ മറ്റൊരർത്ഥം ഇസ്മും മിൻ അസ്മാഇല്ല, അല്ലാഹുവിന്റെ പേരാണ് ഈ ആമീൻ എന്നുള്ളത്. മറ്റൊരർത്ഥം ഹുവ ഖുവ്വത്തുൽ ലിദുആ, അല്ലാഹുവേ ദുആക്ക് നീ ശക്തി തരണേ എന്നും അർത്ഥമുണ്ട്. നസല റഹ്മ, അല്ലാഹുവേ നീ റഹ്മത്തിനെ ഇറക്കണേ എന്നുമൊക്കെ ഈ ആമീൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് 1000-ലധികം പേരുകളുണ്ടെന്നാണ്. അല്ലാഹ്ക്ക് 1000-ലധികം പേരുകളുണ്ട്. അതിൽ 99 പേരുകളാണ് അറിയപ്പെട്ട പേരുകൾ, അസ്മാഉൽ ഹുസ്ന. നമ്മൾ നൂറുൽ ഈമാൻ എന്നും അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറയും. ആ 99 പേര് മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, ഇതൊക്കെ അള്ളാന്റെ പേരാണ്. യാ ഹന്നാൻ, യാ മന്നാൻ, യാ ദയ്യാൻ, യാ സുബ്ഹാൻ. പക്ഷെ ഇത് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നയിൽ കാണാത്ത പേരുകളാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത ഒരുപാട് പേരുകളുണ്ട്, അതായത് 1000-ലധികം പേരുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഒരു പേരാണ് ആമീൻ എന്നുള്ളത്. ആമീൻ എന്ന് പറഞ്ഞാൽ 4 അക്ഷരമാണ്, അലിഫ്, മീം, യാ, നൂന്. ആമീൻ. ഈ 4 അക്ഷരങ്ങളും 4 കിതാബുകളെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ. ഖുർആൻ ആർക്ക് ഇറങ്ങിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തൗറാത്ത് മൂസാ നബിക്ക്, ഇൻജീൽ ഈസാ നബിക്ക്, സബൂർ ദാവൂദ് നബിക്ക്. അപ്പോൾ ആമീൻ എന്ന് മനസ്സറിഞ്ഞൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ, നല്ല ഇഖ്ലാസോടുകൂടി പറയുകയാണെങ്കിൽ, ഈ 4 കിതാബുകളും ഓതിയതിന് തുല്യമായ ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. യാ റബ്ബ്. അപ്പൊ നമ്മൾ വെറുതെ ചുമ്മാ ഈ ദുആയൊക്കെ പറയുമ്പോൾ ചുമ്മാ അമീൻ അമീൻ എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞു പോവലല്ല, മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറയണം. അപ്പോഴാണ് അവൾക്ക് നമുക്ക് ഈമാൻ ഉണ്ടാവുക. ഖുർആൻ മാത്രമല്ല, തൗറാത്തും ഇൻജീലും സബൂറും ഒക്കെ ഓതിയത് പോലത്തൊരു പ്രതിഫലം അല്ലാഹു തആല തരുമെന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് തൊട്ട് നമ്മുടെ ഇപ്പോൾ ക്ലാസിന്റെ അവസാനമൊക്കെ നമ്മൾ ദുആരക്കും, പിന്നെ നമ്മുടെ മജ്ലിസ് അല്ലെ, നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി ആമീൻ, അല്ലാഹ്, എന്താ അർത്ഥം? അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ, നിന്റെ കരുണ തരണേ അല്ലാ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മനസ്സറിഞ്ഞു പറയണം കേട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയത്തിൽ ഇങ്ങനെ വരുന്നു: 4 മലക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, ഈ 4 മലക്കുകളുണ്ട്. ഈ 4 മലക്കുകളുടെയും നെറ്റിത്തടത്തിൽ ഈ ആമീനിന്റെ ഓരോ അക്ഷരങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഈ ആമീനിലെ ആദ്യത്തെ അക്ഷരമാകുന്ന അലിഫ്, അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അക്ഷരമാണ്. അതുപോലെ തന്നെ മീം, ആമീനിന്റെ 2ാമത്തെ അക്ഷരമാകുന്ന മീം, ഇത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെക്കപ്പെട്ട അക്ഷരമാണ്. 3ാമത്തെ അക്ഷരമാണ് യാ, ആമീൻ അതിന്റെ യാ, അത് ഇസ്രാഫീൽ എന്ന മലക്കിന്റെ നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ട അക്ഷരമാണ്. അവസാനത്തേത് നൂൻ അല്ലെ, നൂൻ എന്ന് പറഞ്ഞാൽ അസ്രായീൽ അലൈഹിസ്സലാം, റൂഹിനെ പിടിക്കുന്ന മലക്ക്, ആ മലക്കിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള എന്ന അക്ഷരമാണ്. അപ്പോ ഈ ആമീൻ എന്നൊരു മനുഷ്യൻ നല്ല രൂപത്തിൽ പറഞ്ഞാൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തേക്ക് ഈ 4 മലക്കുകളും ചെന്നിട്ട് ആമീൻ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. യാ റബ്ബ് അല്ലേ, വല്ലാത്ത അത്ഭുതമാണ്. അപ്പോ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ ആമീൻ പറയാൻ വിട്ടുപോകണ്ട കേട്ടോ. പിന്നെ നമുക്ക് തഫ്സീറിലൊക്കെ കാണാൻ പറ്റും മൻകാന മുഖ്ലിസ. ഇപ്പോൾ ഈ നിസ്കാരത്തിലൊക്കെ ജമാഅത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ
സൂറത്തുൽ ഫാത്തിഹ ഇമാം ഓതി കഴിയുമ്പോൾ എല്ലാവരും കൂടി ആമീൻ എന്ന് പറയില്ലേ, അവിടെ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആമീൻ എന്നല്ല, ആമീൻ. അവിടെ അലിഫ് കുറച്ച് നീട്ടുള്ളൂ. ആമീൻ, ആമീൻ അങ്ങനെയല്ല, ആമീൻ അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. തഫ്സീറിൽ കാണാം, മൻ കാന മുഖ്ലിസൻ, ഒരാൾ ആത്മാർത്ഥമായി ആമീൻ എന്ന് പറയുമ്പോൾ അത് നിസ്കാരത്തിലാവട്ടെ ദുആക്ക് ശേഷമാവട്ടെ എവിടെയാണെങ്കിലും 4 മലക്ക്, നമ്മളിപ്പോൾ പറഞ്ഞ 4 മലക്കുകൾ യസ്ജുദൂന ലില്ലാഹ്, അവർ സുജൂദിലേക്ക് വീഴുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിനോട് അവർ പറയും, 4 മലക്കുകൾ പറയും, അള്ളാഹുവേ ഈ ആമീൻ പറഞ്ഞ ആൾക്കൊക്കെ പുറത്തു കൊടുത്തു എന്ന് കേട്ടാലാണ് ഞങ്ങൾ സുജൂദിൽ നിന്നും തല ഉയർത്തുക. യാ റബ്ബ്, എന്താ പ്രതിഫലം! അപ്പൊ ആമീൻ എന്നുള്ള വാക്ക് അത് അള്ളാഹുവിന്റെ ഇസ്മാണ്, പേരാണ്. മാത്രമല്ല ഇത് പറയുന്ന ആൾക്ക് 4 മലക്കുകളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. ഒരാള് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, അതിപ്പോ സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുമ്പോഴാണെങ്കിലും, സ്ത്രീകൾ ഇപ്പൊ തറാവീഹൊക്കെ നിസ്കരിക്കൂലേ, അപ്പോൾ ആ സമയത്താണെങ്കിലും ഈ ആമീൻ പറയുമ്പോൾ അമിതമായിട്ട് ഒച്ചയിട്ട് ആമീൻ പറയരുത് കേട്ടോ. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് അതിപ്പോൾ ളുഹർ ആവട്ടെ, അസ്ർ ആവട്ടെ, മഗ്രിബ് ആവട്ടെ, ഇശാ ആവട്ടെ, പതിയെ തന്നെ ഓതലാണ് നല്ലത്. ഇനിയിപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ സുബഹി, മഗ്രിബ്, ഇശ ഇതൊക്കെ നമ്മൾ ഉറക്കെയല്ല ഓതുന്ന സമയത്ത് പുറകെ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ്. എല്ലാവരും ഒന്നിച്ചു പറയണം. ഒന്നിച്ചു പറയുന്ന പറഞ്ഞാൽ ഇമാമ് ആ എന്ന് തുടങ്ങുമ്പോഴായിരിക്കണം മഅ്മൂമീങ്ങളും ആ എന്ന് പറയേണ്ടത്. ചില ആൾക്കാർ ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ തന്നെ ഇവർ ആമീൻ പറയും. അങ്ങനെയല്ല, ഇമാമാണ് ആദ്യം തുടങ്ങേണ്ടത് ആമീൻ പറയുന്നത്. ഇമാമിന്റെ ആമീനിനോട് മഅ്മൂമിന്റെ ആമീനും ചേർന്ന് വരണം. ആ സമയത്ത് മലക്കുകളുടെ ആമീനും ചേർന്ന് വന്നാൽ അവിടെയുള്ള എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അന്നൽ മലായികത നുഅമ്മിനു മഅ തഅമീനിൽ ഇമാം, അതായത് ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയും. അപ്പൊ മലക്കുകളുടെ ഇമാമിന്റെ ആമീനിനോടായിരിക്കണം മഅ്മൂമിങ്ങളുടെ ആമീൻ ചേർന്ന് വരേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്താൽ ഗുഫിറ ലഹു തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. ആമീൻ എന്ന് പറഞ്ഞാൽ അതൊരു ദിക്റും കൂടിയാണ്. ദിക്ർ, നമ്മളിപ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെ നമ്മൾ ദിക്ർ പറയൂലേ, എന്നതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദിക്റാണ് ആമീൻ, 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 ആമീൻ. അങ്ങനെ പറയണം, അങ്ങനെ പറയാൻ പറ്റും, അത് ദിക്റാണെന്നാണ്. പിന്നെ ഒരാൾ ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല 4 മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ് മറ്റൊരു ഹദീസിന്റെ ആശയമാണ്. ഒരാൾ ആമീൻ എന്ന് പറയുമ്പോൾ 4 മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിക്കും. എന്നിട്ടോ ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ ഗുഫിർ ലിമൻ യഖൂലു ആമീൻ. അല്ലാഹുവേ പടച്ചവനെ, വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ 4 മലക്കുകളും അല്ലാഹുവേ ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ആ 4 മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, യാ മൂസ ഇന്നി അഅ്തൈതു ഉമ്മത്ത മുഹമ്മദിൻ 4 അഹ്റുഫ്, ഞാൻ ഉമ്മത്ത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഹർഫുകൾ കൊടുക്കുന്നുണ്ട്, 4 അക്ഷരങ്ങൾ. ഹിയ കലിമത്തു ആമീൻ, അതേതാണ്? ആമീൻ എന്ന വാക്കാണ്. അത് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ ഇവയിൽ നിന്നെല്ലാം കടഞ്ഞെടുത്തതാണ് ഈ ആമീൻ. ഇവയിൽ ഉള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഊറ്റിയെടുത്തതാണ് ആമീൻ എന്ന വാക്ക്. അതുകൊണ്ട് ഒരാൾ മനസ്സറിഞ്ഞ് ആമീൻ എന്ന് പറഞ്ഞാൽ ഈ 4 ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തതുപോലൊരു പ്രതിഫലം മൂസാ നബിയെ ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആമീൻ എന്ന് പറയേണ്ട 5 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. മാത്രമല്ല ആമീൻ എന്ന വാക്ക് അള്ളാഹുവിന്റെ ഇസ്മാണ്, അള്ളാഹുവിന്റെ പേരാണ്. അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇവന് ആമീൻ എന്ന വാക്കിന് 10 അർത്ഥങ്ങളുണ്ട്, അതും നമ്മൾ വിശദീകരിച്ചു. ഒരാൾ മനസ്സറിഞ്ഞ് ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല 4 മലക്കുകളെ സൃഷ്ടിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. പാപമോചനം ആ മലക്കുകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ എന്ന വാക്ക് ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്ത് പറയണം? ആമീൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആമീൻ, ആമീൻ, ആമീൻ. അപ്പൊ എപ്പോ എവിടെ ദുആ ചെയ്ത് ആരാവട്ടെ ദുആ ചെയ്താൽ അപ്പൊ നമ്മൾ പറയണം ആമീൻ എന്ന് പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഖൈർ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ ഇസ്മാണ് ആമീൻ എന്നുള്ളത്. അത് നമുക്കിങ്ങനെ പറയാം, ആമീൻ 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 ആമീൻ. അതിങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നേട്ടം കിട്ടും ഇൻഷാ അല്ലാഹ്. ഖൈറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കട്ടെ. കുടുംബജീവിതം, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, എല്ലാത്തിലും അല്ലാഹു തആല എല്ലാവരിലും ഖൈറും സലാമത്തും റാഹത്തും സന്തോഷവും കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.